ഞാനൊരു വീട്ടമ്മ കൂടിയാണ്. ഞാൻ ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്തിട്ട് ഞാൻ 4 മന്തായി. നമ്മുടെ ഇന്നത്തെ ഈ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നത് സീന മാഡം ആണ്. സീന മാഡം പത്തനംതിട്ട പത്തനംതിട്ട ജോയിനിങ് ആയിരിക്കുന്നത്. സീന മാഡം ഒരു ഹൗസ് വൈഫ് കൂടിയാണ്. വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വീട്ടമ്മ കൂടിയാണ്. താങ്ക് യു അക്ഷയ മാം, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എങ്കിലും എന്നെ ഞാനൊന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് സീന സനു, പത്തനംതിട്ടയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായി കണക്ട് ആയിട്ട് 4 മാസം കഴിഞ്ഞു. ഞാനൊരു വീട്ടമ്മയാണ്. ഒരു എക്സ്ട്രാ വരുമാനത്തോടൊപ്പം നല്ലൊരു ആരോഗ്യവും അതുപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റിയും പ്രദാനം ചെയ്യുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒരു 30 മിനിറ്റ് വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക. വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻ. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. ഈ വിന്നിംഗ് ടീമിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഒരു കസ്റ്റമറിനെ സ്മാർട്ട് കസ്റ്റമറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കസ്റ്റമർ ആണല്ലേ. കസ്റ്റമർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടാറില്ല. അവിടെ നമ്മൾ വെറും ഒരു കസ്റ്റമർ മാത്രമായിരിക്കും. ഇവിടെയാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം വിന്നിംഗ് ടീം തരുന്നത്. ഒരു വ്യക്തി, വാട്ട് ഈസ് യുവർ ഡ്രീംസ്? ഒരു വ്യക്തിയുടെ കോമൺ ആയിട്ടുള്ള സ്വപ്നങ്ങളാണ് ഈ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ധാരാളം പണം സമ്പാദിക്കാനും അതുപോലെ ലക്ഷറി കാറുകൾ വാങ്ങിക്കാനും വിദേശ യാത്രകൾ പോകാനും ഇഷ്ടമുള്ള ഭവനം നിർമ്മിക്കാനും അതുപോലെ തന്നെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനും എല്ലാം നമ്മൾക്ക് ആഗ്രഹം ഉള്ളവരാണ്. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് അതെല്ലാം സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ വരുമാനം കൊണ്ട് നമുക്ക് അതിനൊന്നും, നമ്മുടെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടി നമുക്ക് അതെല്ലാം സാധ്യമാകുന്നുണ്ട്. അടുത്ത സ്ലൈഡ് സർ. ഇനി ഇതിൽ കൂടി നമുക്ക് എന്തെല്ലാം കിട്ടുമെന്ന് നോക്കാം. വാട്ട് യു ഗെറ്റ്? എക്സ്ട്രാ ഇൻകം. നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോലിയോടൊപ്പം തന്നെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത ആരാണ്. നമുക്കൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സാധനം നമുക്ക് എടുക്കുന്നത് ആദ്യം നമ്മൾ അതിലെ പ്രൈസ് ടാഗിലേക്ക് നോക്കുന്നത്. ആ പ്രൈസ് ടാഗിലെ പ്രൈസുമായിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു പൈസ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ അത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി കിട്ടുന്നുണ്ട്. അതുപോലെ ടൈം ഫ്രീഡം. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്ര സമയം ജോലി ചെയ്യണം എന്നൊരു ഫിക്സഡ് ടൈം ഉണ്ട്. നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ഫിക്സഡ് ടൈം ഇല്ല. നമ്മുടെ ടൈമാണ്. നമ്മുടെ ടൈമിനനുസരിച്ചാണ് നമ്മളവിടെ ജോലി ചെയ്യുന്നത്. നമുക്കവിടെ ധാരാളം ടൈം ഉണ്ട്, ടൈം ഫ്രീഡം ഉണ്ട്. നമ്മുടെ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ടൈമിനനുസരിച്ചാണ് നമ്മളവിടെ ജോലി ചെയ്യുന്നത്. അതുപോലെ ഗുഡ് ഹെൽത്ത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യമാണ് കിട്ടുന്നത്. നമ്മുടെ കമ്പനി ധാരാളം വെൽനെസ് പ്രോഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു ആരോഗ്യം നമുക്ക് കിട്ടുന്നുണ്ട്. ലീവ് എ ലെഗസി. നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളായി മാറാൻ സാധിക്കും. നമ്മളൊരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ ജോലി നമ്മുടെ മക്കൾക്ക് കൈമാറാൻ സാധിക്കില്ല.
ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മക്കൾക്ക് ഒരു 18 വയസ്സ് കഴിയുമ്പോൾ അവരിലേക്ക് നമുക്ക് ഇത് കൈമാറാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഏർലി റിട്ടയർമെന്റ്, നമ്മൾ പഠിച്ചിറങ്ങി ഒരു ജോലി ചെയ്യുന്നത് ഒരു 50-55 വയസ്സ് വരെ ആയിരിക്കും. ജോലി വരെ ചെയ്ത് കഴിഞ്ഞായിരിക്കും ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോവുക. ആ റിട്ടയർമെന്റ് ലൈഫ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എന്താണ് അസുഖങ്ങളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു 8 വർഷം സീരിയസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊന്നും വേദിയിലേക്ക് സംസാരിക്കാനുള്ള കഴിവുകളൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ട് അതിന് സാധിക്കുന്നുണ്ട്. അതുപോലെ ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാൻ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയുടെ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പം ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ടൂർ പോകാറുണ്ട്. അത് നമ്മുടെ ആ ഒരു വരുമാനത്തിൽ നിന്നും ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ നമുക്ക് ആഗ്രഹം കാണും, പക്ഷെ അതിന് നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ ആ ഒരു വരുമാനത്തിൽ നിന്ന് പോകാൻ സാധിക്കത്തില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വർഷത്തിൽ 3 പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ജീവിത ചെലവുകളും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ജീവിതവും ആയതുകൊണ്ട് നമുക്കതിന് സാധിക്കുന്നില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനെ കൊണ്ട് സാധിക്കും. അവർക്ക് നല്ലൊരു സമ്പത്തും ആരോഗ്യവും നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് 2004 ഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സും 10 പ്രോഡക്ട്സുമായി സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇതിന്റെ ഫൗണ്ടർമാരെന്ന് പറയുന്നത് മിസ്റ്റർ ഗൗതം ബാലി സാറ്, കോ ഫൗണ്ടേഴ്സ് മിസ്റ്റർ കൻവർവർ സിംഗ് ആൻഡ് മിസ്റ്റർ ദീപക് സുസാർ. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ 45 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സാണ് ഇവര്. ഇപ്പോൾ 21 വർഷം കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ 10 പ്രോഡക്ട്സിൽ നിന്ന് 400-ൽ പരം പ്രോഡക്ട്സുകളും 2 ഓഫീസിൽ നിന്ന് 5000-ലധികം ഓഫീസേഴ്സും അതുപോലെ 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ലോകത്തിലെ 38ാം സ്ഥാനത്താണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി. ഇന്റർനാഷണൽ പ്രസൻസിൽ UAE, സൗദി അറേബ്യ, ഘാന, ഐവറി കോസ്റ്റ്, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, ഇന്ത്യ, ഇങ്ങനെ 9 രാജ്യങ്ങളിൽ റൺ ചെയ്ത് കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ് കമ്പനി. ഇവരുടെ വിഷൻ എന്ന് പറയുന്നത് 30ഓളം രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും എത്തിക്കുക എന്ന വിഷനോട് കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് വെസ്റ്റീജ്. അടുത്തത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ വർഷങ്ങളായി നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന ഒരു രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഒരു കമ്പനി പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നേരിട്ട് ആ മാർക്കറ്റിൽ കിട്ടാറില്ല. ഇത് മാർക്കറ്റിൽ എത്തുന്നത് എങ്ങനെയാ? പരസ്യങ്ങളിലൂടെയും TV ചാനലുകളിലൂടെയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഇത് മാർക്കറ്റിൽ എത്തിക്കുന്നത് C&F ഏജന്റ് ആണ്. ഈ C&F ഏജന്റ് സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ വഴി കൺസ്യൂമറായ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് 100% MRP കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. 40% മാത്രമേ മാനുഫാക്ചറിങ് കോസ്റ്റ് ആവുന്നുള്ളൂ കമ്പനിക്ക്. ബാക്കി 60%വും ഈ ഇടനിലക്കാരും പരസ്യക്കാരുമാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ 100%വും MRP കൊടുത്താണ് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. ഇവിടെ വെസ്റ്റീജ് കമ്പനി ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ നേരിട്ട് കസ്റ്റമറിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആണ് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഈ 60% കിട്ടുന്നത്. മാനുഫാക്ചറിങ് കോസ്റ്റായ കമ്പനി 40% എടുത്തുകൊണ്ട് ബാക്കി 60% തന്നെ ഈ 60% നമുക്ക് തന്നെ പല വരുമാനമായിട്ട് തന്നെ തിരിച്ചിരുന്നു. ഇവിടെ പരസ്യക്കാരില്ല, ഇടനിലക്കാരില്ല, TV ചാനലുകാരില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്.
ഇത്രയും നാൾ നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഷെയർ ദ എക്സ്പീരിയൻസ്. 100% ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഏതൊരു സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നത്. ഇനി ഇതിൽ കൂടി നമുക്ക് ഈ ഒരു കൺസ്യൂമറായി നിന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഒരു കൺസ്യൂമറായിട്ട് നിന്ന് 50% ബെനിഫിറ്റ് നമുക്കുണ്ട്. MRP 10 മുതൽ 20% വരെയുണ്ട്. അതുപോലെ തന്നെ റീപർച്ചേസിംഗ് ഓഫർ 10%, ക്യാഷ് ബാക്ക് 5 മുതൽ 16% വരെ, മണി ബാക്ക് ഗ്യാരണ്ടി 100%, കൺസിസ്റ്റൻസി ഓഫർ 2800 രൂപയ്ക്ക് 3200 രൂപയ്ക്ക് 100 പോയിന്റ് ഒരു 4 മാസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അത് നിർബന്ധിത പർച്ചേസ് അല്ല, അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു ഓഫറാണ് കമ്പനി തരുന്നത്. ഇപ്പം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രികളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനസ്, ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ വഴി നമ്മൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ വീട്ടിലേക്ക് വരുത്തുന്ന ഒരു രീതിയാണ്. നമ്മുടെ വെസ്റ്റീജിന്റെ ഇ-കൊമേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരാളിൽ നിന്നും അനേകം ആളുകളിലേക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽനസ്, പോൾസൺ പിൽസർ എന്ന അമേരിക്കൻ എക്കണോമിക്സ്റ്റായ പോൾസൺ പിൽസർ 40 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു ഇനി വരുന്ന കാലഘട്ടം IT കാലഘട്ടമാണെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇനിയും വരുന്ന കാലഘട്ടം ട്രില്യനേഴ്സും മില്യനേഴ്സും സൃഷ്ടിക്കാൻ പോകുന്ന വെൽനസ് കാലഘട്ടമാണെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. ഈ ഇ-കൊമേഴ്സും ഈ വെൽനസ്സും അതുപോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും കൂടി ഒരേ കോമ്പിനേഷൻ കൊണ്ടുവരുന്ന കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമിലായിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വെൽനസ് കാലഘട്ടമാണ്. വെൽനസ് പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി 450-ൽ പരം പ്രോഡക്റ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ ഒരു ക്ലോസിംഗ് സെഷൻ ഉണ്ട്, അതിൽ കൂടി നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തു തരും. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും വലിയൊരു കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് ബാക്ക് ടു MC. താങ്ക് യു മാഡം, താങ്ക് യു. നല്ലപോലെ തന്നെ എല്ലാവർക്കും പ്ലാൻ പ്രസന്റേഷൻ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് അടുത്തൊരു ക്ലോസിംഗ് സെക്ഷൻ ആണ്. ക്ലോസിംഗ് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സുരേഷ് സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. സുരേഷ് സാർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ജോലിയുടെ കൂടെ തന്നെ സാർ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. ജോലിയുടെ കൂടെ തന്നെ സാർ ഇത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്തിട്ട് 4 years ആയി. സിൽവർ സ്റ്റാർ ഡയറക്ടറും കാർ ഫണ്ട് അച്ചീവറുമാണ് നമ്മുടെ സുരേഷ് സാർ. സുരേഷ് സാറിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സുരേഷ് സാർ. താങ്ക് യു അക്ഷയ, താങ്ക് യു വെരി മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വളരെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അക്ഷയ. ചെറിയൊരു നെറ്റ് ചലഞ്ച് ഉണ്ട് അവർക്ക്, അത് തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെതായ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ പ്ലാൻ എടുത്ത ഷീന മാഡം സെക്കൻഡ് പ്ലാനാണ്. ഫസ്റ്റ് പ്ലാനേക്കാൾ എത്രയോ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അവരെ എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റിയിൽ വന്ന ഡെവലപ്മെന്റ് ആണ് അത്. ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പ്ലാൻ പ്രസന്റേഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ വലിയൊരു പ്ലാനാണ്. അപ്പൊ നമ്മൾ ഷോർട്ടായിട്ട് നമുക്ക് പുതിയ ആൾക്കാർക്ക് എടുക്കുന്ന പ്ലാൻ വളരെ നന്നായിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ, നമുക്ക് പ്ലാൻ എടുക്കണം, ഒരു MC ആവണം, അല്ലെ നമുക്ക് ബിസിനസ് സക്സസ് ഏത് ലെവലിൽ എവിടെയാണ് നമുക്ക് സക്സസ് വേണ്ടത്, എവിടെയാണ് നമുക്ക് ബാക്ക് നിൽക്കുന്നത്, അതൊക്കെ നമ്മുടെ അവിടെ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു വിന്നിംഗ് ടീം എന്ന സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ ഓർഗനൈസേഷൻ വരുന്ന വിന്നിംഗ് ടീമിന്റെ ഓർഗനൈസേഷൻ വരുന്ന ഏതൊരാൾക്കും ഇവിടെ വളരെ ഈസി ആയിട്ട് സക്സസ് ആവാനുള്ള അവസരമുണ്ട്. ഞാൻ ഒന്ന് കൺഗ്രാറ്റ് ചെയ്യാണ് ശ്രീന മാഡത്തിനെ. വളരെ നന്നായി പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം പുതിയ ആൾക്കാരാണ്.
അപ്പൊ ആർക്കെങ്കിലും പിന്നെ സോറി എല്ലാം പഴയ ആൾക്കാരാണ്, ആൾക്കാർ ആരും ഇല്ല. ഓക്കെ, ആർക്കെങ്കിലും നിങ്ങൾ ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം, അത് ക്ലിയർ ആക്കി തരാം. അല്ലാതെ നമുക്ക് ഇതിന് വേറെ ക്ലോസിംഗ് സെഷൻ വേണ്ട എന്നാണ് തോന്നുന്നത്. പഴയ ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, നമ്മുടെ ബിസിനസ് പ്രസന്റേഷൻ പലപ്പോഴും ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇതേ പ്രസന്റേഷൻ എല്ലാ ദിവസവും എന്തിനാ കേൾക്കുന്നതെന്ന്. ഞാൻ കുറെ കാലങ്ങൾ കേട്ടിരുന്നു. അപ്പോഴാണ് പിന്നെ എനിക്കൊന്ന് എടുക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് മനസ്സിലായത്, ഞാൻ കേൾക്കുമ്പോൾ ഒന്ന് എഴുതി വെക്കുകയോ ഞാനതിനെ ഞാൻ നാളെ ചെയ്യേണ്ട ആളാണ്, എനിക്ക് നാളെ ചെയ്യണം എന്ന ചിന്തയിലോട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. കാരണം എനിക്ക് ഇതിന് കുറെ കാര്യങ്ങൾ കിട്ടുകയും എന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുകയും എനിക്ക് കൂടെ വന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ അറിയില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഞാൻ എല്ലാവരും കേൾക്കും, വീഡിയോ ആക്കിയിരിക്കും, അത്രേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനെ എനിക്ക് ആവശ്യമുള്ളതാണ്, ഓരോ ആൾക്കാരും ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഫസ്റ്റ് നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞ കാര്യം മൊത്തം പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇതിന് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. പിന്നെ നമുക്ക് ഈ സെഷൻ എടുക്കാനൊക്കെ പഠിക്കേണ്ടതാണ്. ചിലർക്ക് സെഷൻ എടുക്കാൻ പറ്റില്ലായിരിക്കാം, കുഴപ്പമില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ ആൾക്കാർ പറയും എനിക്ക് അതിലെ കഴിവില്ല, ഇതിന്റെ കഴിവില്ല. പക്ഷെ നിങ്ങൾക്ക് എവിടെയാണ് കഴിവുള്ളത് അതിനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം കേട്ടോ. ചിലർക്ക് സെഷൻ എടുക്കാനായിരിക്കാം, ചിലർക്ക് ഇതിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിരിക്കും, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനായിരിക്കാം. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെ. ചിലർക്ക് കൃഷി അഗ്രി സെഷൻ ആയിരിക്കാം, ചിലർക്ക് ബ്യൂട്ടി ആയിരിക്കാം, ചിലവർക്കാണെങ്കിൽ സപ്ലിമെന്റ്, ഫുഡ് സപ്ലിമെന്റ്, അല്ല ഹോം യൂസ് പ്രൊഡക്ട്സ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നിട്ടും എന്തേന്നറിയില്ല, പല ആൾക്കാരും ഇതിലോട്ട് ബാക്ക് നിൽക്കുന്നുണ്ട്. ചില കമ്പനികളുണ്ട് ഒറ്റ ഒരു പ്രൊഡക്റ്റ് വെച്ച് വളരെ ഹൈപ്പിൽ പോകുന്നുണ്ട് അല്ലെ, നല്ല ബിസിനസ്സിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇത്രയും 450ഓളം പ്രൊഡക്റ്റ്, അതും വിവിധ കാറ്റഗറി ആയിട്ട്, ഏത് കാറ്റഗറിയോട് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ. എനിക്ക് പിന്നെ മിക്ക ആൾക്കാർക്കും സ്റ്റാർട്ടിങ് ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ചിട്ട് അറിയില്ല, അതിനെ യൂസ് ചെയ്യത്തില്ല. അത് വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം എന്നാ പറഞ്ഞത്. മറ്റത് ചെയ്യാനുള്ള ബിസിനസ്, വേറെ എന്ത് ചെയ്യാനുള്ള ബിസിനസ് ഉണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞുതരാം, ബ്യൂട്ടി ആയിക്കോട്ടെ, അഗ്രി ആയിക്കോട്ടെ, എല്ലാ സെഷനും ഉണ്ട് ഇവിടെ. പക്ഷെ ഫുഡ് സപ്ലിമെന്റ് പിന്നെ എന്താ പറയാ ആവശ്യകത, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എന്തൊക്കെയാണ് അതിന് ബെനിഫിറ്റ്, അതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി റെഡി ആവണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞില്ലേ മേഡം പ്രസന്റേഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് സംബന്ധമായ ഹെൽത്ത്, വെൽത്ത്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് സംബന്ധമായ ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണല്ലോ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്. അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിനൊക്കെ നമ്മൾ ടൈം കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കൂടെ വന്നവരെ പല ആൾക്കാർക്കും പുതിയ ആൾക്കാരെ തേടി പോകുമ്പോൾ പഴയ ആൾക്കാരെ ഹോൾഡ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. മറന്നു പോകുന്നതല്ല, അറിയാത്തോട്ടാണ്. എനിക്കും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ പുതിയ ആൾക്കാരെ തേടി പോകും, പക്ഷെ പഴയ ആൾക്കാർക്ക് അതും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ട്രെയിനിങ് സെഷന്. ആർക്കാണ് പഠിക്കേണ്ടത് പ്ലാറ്റ്ഫോമിൽ, പിന്നെ എന്താണ് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതാണ്, എവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ പിന്നെ ബിസിനസ്സിൽ പ്രോബ്ലം വരുന്നത്, അവിടെ നമുക്ക് ക്ലിയർ ആയി കൊണ്ടുപോകുന്ന ട്രെയിനിങ് സെഷൻ ചെയ്യുന്നുണ്ട്. മാക്സിമം ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ പറ്റുന്ന പ്രസന്റേഷനൊക്കെ അറ്റൻഡ് ചെയ്യുക. പിന്നെ പ്ലാൻ പ്രസന്റേഷൻ പറ്റുമെങ്കിൽ ദിവസം ഒന്നൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. കാരണം എല്ലാ പ്ലാൻ പ്രസന്റേഷൻ കയറുന്ന ചിലപ്പോൾ 5-8 മീറ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട് ഡെയിലി. നിങ്ങൾ 8 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ മറ്റുള്ള വർക്കുകളൊക്കെ, വീട്ടിലെ വർക്കുകളൊക്കെ സ്റ്റക്ക് ആയി പോകും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മിറക്കിൾ മോർണിംഗ് അറ്റൻഡ് ചെയ്യുക, ഒരു പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് സെഷൻ വരത്തില്ലേ വീക്കിലി, അത് അറ്റൻഡ് ചെയ്യുക. പിന്നെ NDO പ്രോഗ്രാം, അങ്ങനെ മെയിൻ പ്രോഗ്രാംസ് ഒക്കെ, പിന്നെ നമ്മുടെ ടീം മീറ്റിംഗ് ചൊവ്വാഴ്ചയായിട്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോ ബാക്കിയുള്ള സമയത്ത് നമ്മൾ പ്രോസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ മീറ്റിംഗിൽ ഫുൾ ടൈം എല്ലാം 8 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടൈം ഉണ്ടാവുള്ളൂ. പുതിയവരെ കൊണ്ടുവരാനോ അവരെ ഇൻവൈറ്റ് ചെയ്യാനോ ഒന്നും സമയം ഉണ്ടാവില്ല. നമ്മുടെ എക്സ്പീരിയൻസ് എന്തായാലും മറ്റുള്ളവർ ഷെയർ ചെയ്താൽ മാത്രമല്ലേ അവരോട് എത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ള സമയം കൂടി കണ്ടെത്തുക. നമ്മുടെ സാറ്റർഡേ സൺഡേ ട്രെയിനിങ് നമ്മുടെ ഇത് വെച്ചിട്ടില്ല, നമ്മുടെ പ്രസന്റേഷൻ വെച്ചിട്ടില്ല നമ്മുടെ ഈ പിന്നെ ഓർഗനൈസേഷനിൽ. കാരണം സൺഡേ നമുക്ക് NDO പ്രോഗ്രാം ഉണ്ട്, പിന്നെ ആൾക്കാർക്ക് എവിടേക്ക് പോകണം. സാറ്റർഡേ ആണെങ്കിൽ നമ്മൾ പേഴ്സണൽ സിറ്റിംഗ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണാലിറ്റി സിറ്റ് ചെയ്യണം, അതായത് പിന്നെ നമുക്ക് കുറച്ച് ഡൗട്ട് ക്ലിയർ ആക്കാനുണ്ട്, പേഴ്സണൽ ഇരുന്നിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, പിന്നെ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംസാരിക്കാൻ വേണ്ടി നമുക്ക് സാറ്റർഡേ സൺഡേ സമയം കൊടുക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ആയാലും കുഴപ്പമില്ല, ഞാനും വൈഫ് അശ്വിനിയും കൂടി ഇരുത്തുന്നുണ്ട് ആൾക്കാരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് അയക്കുക, അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ.
ഈ ബിസിനസ്സിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചാലേ നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ വന്നവരെ 5% ഉള്ളവരെ 8% ആക്കുക. ഇപ്പൊ ഞാനിരിക്കും എന്നുള്ളത് 16% ആണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്റെ കൂടെ എന്റെ ഓർഗനൈസേഷനിൽ ഫസ്റ്റ് ഓർഗനൈസേഷൻ സെക്കൻഡ് എല്ലാ ഓർഗനൈസേഷനും 5% ഉള്ളവരൊക്കെ ഞാൻ സംസാരിച്ചിട്ട് അവർക്ക് പിന്നെ 8% എത്തിക്കാൻ വേണ്ടി വർക്ക് ചെയ്യണം. അതുപോലെ 8% ഉള്ളവരെ 12% എത്തിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? താഴെയുള്ളവർ 5% 8% ആകുമ്പോഴേക്കും 8% ഉള്ളവരും ഓട്ടോമാറ്റിക്കലി 12% എത്തും. അപ്പൊ നമ്മൾ ഇതിന് അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രം നമ്മുടെ ബിസിനസ് അതിലോട്ട് ഗ്രോയിൽ പോകുള്ളൂ കേട്ടോ. അപ്പൊ അത് ഫോക്കസ് ചെയ്യണം. നമുക്ക് 2 to 3 ഇയർ അല്ലെങ്കിൽ 3 to 4 ഇയറിൽ ഒരു പ്രൊജക്റ്റ് ആയിട്ട് എടുക്കുക. പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ പെർമനന്റ് ഒരു വരുമാനം 1 ലക്ഷം ആവാം, 50,000 ആവാം, 25 ആവാം, പിന്നെ 2 ലക്ഷം ആവാം, 5 ലക്ഷം ആവാം. അത് നമ്മുടെ ടാർഗറ്റ് പോലെ. നമുക്ക് എത്രയാണ് പെർമനന്റ് ആയിട്ട് എനിക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞാൽ എനിക്ക് പെർമനന്റ് ആയിട്ട് ഇത്ര ശമ്പളം വരുമാനം വേണം ഇതിന്. അത് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ടാർഗറ്റ് ആരും തരില്ല കേട്ടോ. എവിടെ ഞാനോ അശ്വിനിയോ ഇവിടെ പിന്നെ നിങ്ങളെ പ്ലാൻ എടുത്ത സിനിമയുടെ ആരും ടാർഗറ്റ് ഒന്നും തരൂല. നമ്മൾ സ്വന്തം എനിക്ക് നമ്മുടെ സ്വന്തം ആഗ്രഹം, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയ, സ്വന്തമായിട്ടുള്ള ഡ്രീം, അതിലൂടെ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും കേട്ടോ. ഡ്രീം ഇല്ലാതെ നമുക്ക് പ്രസന്റേഷൻ മീറ്റിംഗ് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ആക്ടിവിറ്റിയിലോട്ടും കടന്നു പോകണം. അപ്പൊ മാത്രമേ നമുക്ക് ഇതിലോട്ട് ഗ്രോ ആവാൻ പറ്റുന്നത്. ഓക്കെ, ആർക്കെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടോ? പിന്നെ എല്ലാവർക്കും ഓൺലൈൻ പർച്ചേസിങ് അറിയാം. നമ്മുടെ ടെക്നിക്കലിന്റെ വീഡിയോ ഉണ്ട്, അത് നോക്കി പഠിക്കാൻ പറ്റും. പിന്നെ എല്ലാവരും സ്വന്തമായിട്ട് ഐഡിയ എടുക്കുന്നതും KYC ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനിപ്പോ അശ്വിനി ഇരുന്ന് അതിനുവേണ്ടി മാത്രം അവര് പിന്നെ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പഴയ ഒക്കെ ആണെങ്കിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഓരോ ആൾക്കാരുടെ ഐഡിയ ചെയ്യുന്ന നമ്മളാണ്, പർച്ചേസിങ് ചെയ്യുന്ന നമ്മളാണ്. കാരണം നമുക്ക് അതിന് ടൈം കിട്ടുള്ളൂ, മറ്റുള്ള ടീമുകൾ നോക്കാൻ ടൈം കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ വരുന്നവരെല്ലാവരും എല്ലാം സ്വന്തം ചെയ്യുന്നുണ്ട്. ID ക്രിയേറ്റ് ചെയ്യും, പിന്നെ KYC, പർച്ചേസിങ്, A to Z. പിന്നെ ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ അറിയാത്തപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളോട് ചോദിച്ചിട്ട് അറിയാത്ത കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന മിക്ക ആൾക്കാരും ഇപ്പൊ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഓർഗനൈസേഷനും ഇതേപോലെ ഒരുപാട് മീറ്റിംഗുകളും ഒക്കെ വരും കേട്ടോ. അപ്പോ പെട്ടെന്നല്ല, കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓരോ ആളും നിങ്ങൾ ഓർഗനൈസ് അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യും. അശ്വിനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? വേറൊന്നുമില്ല. ഇതില് ഇനി പ്ലാൻ പ്രസന്റേഷൻ ആരെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, പഠിപ്പിച്ചു തരാം. താല്പര്യം ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, പറയൂ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ? നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആളാകുമ്പോൾ നമുക്ക് ബിസിനസ് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് പ്ലാൻ അറിഞ്ഞിരിക്കണം, ഇൻകം പ്ലാൻ അറിഞ്ഞിരിക്കണം, പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിയണം. അപ്പോഴേ നമ്മൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, ആർക്കും ചെയ്യാൻ പറ്റും. എന്താ താല്പര്യമുണ്ടോ? ഓക്കെ സാറ്, ഞാൻ നിങ്ങളൊക്കെ സുരേഷ് ഏട്ടന് റെഡി ആക്കി തരും കേട്ടോ. ഒരു 3 സിറ്റിംഗ് ഇരുന്നാ മതി, ശരിയാക്കി എടുക്കാം. ഒരു 3-4 പ്രാവശ്യം ഇരുന്നാ മതി നമ്മളെ കൂടെ. എന്റെ നമ്പർ നോട്ട് ചെയ്തോ? നിങ്ങൾ ആരുടെ ടീമാണ്? ഞാന് അൻസാർ. മുഹമ്മദ് MP, പിന്നെ ഷംന ടീച്ചർ. ഓക്കെ, നമ്പർ എടുക്കാം, ഷംന ടീച്ചർ എടുക്കാം. നമ്പർ എടുക്കാം, ഷംന ടീച്ചറെ എടുക്കാം. നമ്പർ വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല, ഞാൻ അവരുടെ അടുത്ത് എടുത്തോളാം. ഇനി ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ ബിസിനസ് പ്ലാന്? എല്ലാവരും പ്രസന്റർ ആവണം. പ്രസന്റർ ആവുമ്പോൾ നമുക്ക് വേറൊരു കോൺഫിഡൻസ് ആ കിട്ടുക. ആർക്കും പഠിക്കാൻ താല്പര്യമില്ല? നിർബന്ധമൊന്നുമില്ല, മാത്രം നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. ആരാണ്? സുബൈദ. നിങ്ങൾ ആരുടെ ടീമില്ല മാഡം? ആരെ? ഷംന മാഡം അല്ലേ? ഓക്കെ. ഷംന ടീച്ചർ പഠിപ്പിച്ചു തരും കേട്ടോ. ഷംന ടീച്ചർ ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? ഷംന ടീച്ചറെ നോട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സ്. ഓക്കെ, നിങ്ങൾ ടീച്ചറും കൂടിയാണ്, അപ്പൊ പിന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റൂ. ഇനി ആരാ?
ശൈലജ മാഡം ഹോസ്പിറ്റലാന്ന് തോന്നുന്നു, അച്ഛന് സുഖമില്ലാതെ. അതെ ഓക്കെ, ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലല്ലേ? ഓക്കെ പക്ഷെ ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തോളാം, എനിക്കും ഓക്കെ പഠിക്കണം. ഓക്കെ. സുഹറ കേക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം. ഓക്കെ, സുഹറനെ ഞാൻ ഹലോ. നിർബന്ധമായിട്ട് ഞാൻ പഠിപ്പിക്കും. ഓക്കെ, പഠിച്ചില്ലെങ്കിൽ ഞാൻ ഓൾറെഡി എന്നെ എന്തായാലും തന്നു പഠിക്കും. കഴിഞ്ഞത്. ഓക്കെ, പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോമ്പ് കഴിഞ്ഞിട്ട് പഠിക്കാം. ക്യാമറ ഒന്ന് ശരിയാക്കണേ, അത് പ്രോബ്ലം ഉള്ളത്. അത് ആയിക്കോട്ടെ, നോക്കി അത് കഴിഞ്ഞ് ശരിയാ. ഓക്കെ ശരി. ഓക്കെ. പിന്നെ ആരാ? പ്രസാദ് സാറ് കണ്ണൂര്. സാറിന് താല്പര്യമുണ്ടോ പഠിക്കാന്? നിങ്ങളൊക്കെ ഇല്ലേ ഓരോ ദിവസം ഇങ്ങനെ ഇത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേദിയാണ്. ഓക്കെ, ഞാൻ കുറച്ച് പേരേ ഉള്ളൂ. ഓക്കെ, കുറച്ച് ആൾക്കാർ ചിലപ്പോൾ പുതിയതായിട്ട് ന്യൂ ആയിട്ട് വരുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു മടി, ചമ്മൽ അങ്ങനത്തെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള വേദിയാണ്. തയ്യാറാണെങ്കിൽ പഠിപ്പിച്ചു തരും. ഇവിടെ നിങ്ങൾ പ്രസന്റേഷൻ എടുത്ത് പിന്നെ നിങ്ങൾക്ക് വിന്നിംഗ് ടീമിലേക്കൊക്കെ ഓരോ പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ട് പിന്നെ ആടെ പോയിട്ട് നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യാം. ഫ്രൈഡേന്റെ ഒക്കെ ആയിട്ട് ചെയ്യുന്ന കാണുന്നില്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാറ് പറ്റും. സാറ് ചെയ്തോളും. ചെയ്യുമല്ലേ? ഓക്കെ ഞാനത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഇല്ല, നിങ്ങൾക്ക് വന്നില്ലേ ഇതിപ്പോ ഉള്ളൂ, ഇവിടെ കേട്ട് തുടക്കമല്ലേ ഉള്ളു. മനസ്സിലാവുന്നു. ഈ ഒരു പ്രസന്റേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാല് നാട്ടിൽ നിങ്ങൾക്ക് ഒരു വേദി കിട്ടുന്ന അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ടാവൂലേ? എന്തെങ്കിലും ചെറിയ ചെറിയ ക്ലബ്സ്, ഫങ്ഷൻസ് അല്ലെ ഉണ്ടാവൂലേ? അപ്പൊ ആടെ നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 ആളെ എത്തിച്ചിട്ട് കൊടുക്കുക. കൂടെ കുറച്ച് ഡെമോസ് കൂടി അതെ. പഠിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇതാണ് ബിസിനസ്, നമ്മളെ സ്വന്തം ബിസിനസ്. ഇപ്പൊ നോക്കൂ, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാം അത്ര വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊന്നല്ല. കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, അവരൊക്കെ എത്ര അവരവർ അറിവ് വെച്ചിട്ട് അവര് ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്നിച്ച് പോയി ഗ്രൂപ്പുകൾക്കൊക്കെ ഇങ്ങനെ പ്രസന്റേഷൻ കൊടുത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനെ നിങ്ങൾക്ക് പ്ലാൻ അറിയണമെന്നേ ഉള്ളൂ. പ്ലാൻ അറിയണം, പ്രോഡക്റ്റിനെ പറ്റി അറിയണം, ഇൻകം പ്ലാന് പിന്നെ അറിയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇൻകം പ്ലാന്റത് ഒരു സെഷന് ഞാൻ വെക്കാം. ഇപ്പൊ നാളെ ഫ്രൈഡേ അല്ലേ? നാളെ നമുക്ക് ലാസ്റ്റ് പാർട്ടി ഇൻകം പ്ലാൻ ആണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടത്. ഞാൻ ലാസ്റ്റ് പാർട്ടിൽ പ്ലാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് പ്രോഡക്റ്റിന്റെ ഭാഗമാണ്. അതും ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വെച്ചത് ഇതാക്കി തരാം, പറഞ്ഞുതരാം. ഇത് ഇത്ര അറിഞ്ഞാൽ നമ്മളെ കമ്പനീനെ പറ്റി അറിയണം, പ്രോഡക്റ്റിനെ പറ്റി അറിയണം, ഇൻകം പ്ലാൻ അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓക്കെ. പിന്നെന്താ, ഒരാൾ വരുന്ന പിന്നെ അവർക്ക് ആ സ്പോട്ടിൽ ഒരാൾ പറയും ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യുന്നു, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഐഡിയ എടുക്കാൻ അറിയണം. ഓക്കെ, അപ്പൊ അവരെ ഇരുത്തിച്ചിട്ട് അവരെ കൂടെ തന്നെ ഒന്ന് ഐഡിയ അവരെ മൊബൈലിൽ ഞങ്ങൾക്ക് നമ്മളെ മൊബൈലിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്തു കൊടുക്കാം. പിന്നെ KYC കൂടി അപ്പം തന്നെ ചെയ്തു കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞു. പിന്നെന്താ ഉള്ളത്? ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ഓരോരു സിംഗിൾ ആയിട്ട് ഇരുന്ന് ഒരു ചെയ്യുന്ന അങ്ങനത്തെ കാര്യമുള്ളൂ. പിന്നെ നമുക്കൊരു ടീമിലേക്ക് അവർക്ക് കണക്ട് ആക്കാനാണ് ഈ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളതായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പൊ നമുക്ക് നാട്ടിൽ പോകുമ്പോ വരുമ്പോ ഒക്കെ പല ആൾക്കാരെ കാണും. നമുക്ക് ബിസിനസ് ഷെയർ ചെയ്യാം, അവരൊക്കെ ഐഡിയ എടുപ്പിക്കാം. ഇതിങ്ങനെയാണ് ബിസിനസ് പോകുന്നത്. ഇതാണ് നെറ്റ്വർക്ക്. ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇങ്ങനെ കണക്ട് ആയിക്കൊണ്ട് പോകും. പിന്നെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു ഫംഗ്ഷൻ, ഇപ്പൊ ഒരു ക്ലബ്ബ് മീറ്റിംഗ്, ഇപ്പൊ എന്താ അതുപോലത്തെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുടുംബശ്രീ അല്ലാന്നുണ്ടെങ്കിൽ കുടുംബശ്രീന്റെ ലേഡീസ് ഒക്കെ ഒരു ഒന്നാന്ന്, അല്ലെങ്കിൽ വനിതകളെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു അംഗനവാടിയിലത്തെ കുട്ടികള് സ്കൂളില് ആടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ആടൊക്കെ നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാം. അമ്മമാർക്കൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പ്രസന്റ് ചെയ്തിട്ട് ആടെ അവരെ ഒരേ സ്ഥലത്ത് ഒരു വേദിയിൽ നമ്മൾ ഒന്നിച്ച് കൊടുക്കുമ്പോൾ വിത്ത് ഡെമോസ് ഒക്കെ കാട്ടിച്ച് കൊടുക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ആൾക്കാർ ജോയിൻ ചെയ്യും. ഡെമോ കാട്ടിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ജോയിനിങ് വരുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾക്ക് UAE ഞങ്ങൾക്ക് ഇപ്പൊ ഈടെ നമുക്ക് ഓഫീസിൽ പോയി ഞങ്ങൾ പ്ലാന് പഠിച്ചവരും കണ്ടവരും ഒക്കെയാണ്. ഇപ്പൊ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഗ്രേറ്റ് അപ്ലൈനായ മനു സാറ് ഓൾ കേരള ഇങ്ങനെ പോയി ഓരോ ഡിസ്ട്രിക്റ്റിൽ പോയി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. സാറിൻ്റെതായ ടൈം, സാറിൻ്റെതായ ആ ഒരു ഇതില് ടൈം വെച്ച് സാർ ഇങ്ങനെ പോകും, ക്ലാസ്സസ് എടുക്കും, കുറെ ആൾക്കാരുണ്ടാവും.
ഓരോ ഡിസ്ട്രിക്റ്റില് സാറിന് താഴെ എത്ര എത്ര ആൾക്കാർ ഒരു സ്ഥലത്ത് ക്ലാസ് വെക്കുന്നുള്ള കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെയാണ്. ആ ഒരു ഫ്രീഡമിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് മേഖലയാണ് ഇത്. അപ്പൊ നിങ്ങൾ ഇതിലുള്ള മെൻസിനൊക്കെ കുറെ പേർക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോ നമുക്കറിയാം, ഇപ്പം ഈ ഒരു ഹെർബ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ ഇതിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നം വരുന്ന അങ്ങനത്തെ ഒരു കമ്പനി. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു വർഷമാണെങ്കിൽ എല്ലാവർക്കും ഷുഗർ വരുന്നുണ്ട്, കിഡ്നി പ്രോബ്ലം വരുന്നുണ്ട്, ഹാർട്ട് പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പ്രോഡക്റ്റ് എത്ര നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമുക്കറിയാലോ. ഇത്ര സമയത്തിൽ ഇപ്പോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഡെമോസ് ഒക്കെ കാട്ടിച്ചിട്ട് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനും ആൾക്കാരെ ആരോഗ്യത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും പറ്റണം. ഇപ്പം മെയിൻലി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് നമ്മളെ ഈ ഒരു ഹോസ്പിറ്റൽ മേഖല മാത്രമല്ലല്ലോ, ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റിൽ പലതും ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് മെഡിസിൻ മാത്രമല്ല. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡസ്ട്രിയും ജനങ്ങളിലേക്ക് മാക്സിമം എത്തണം. ഞാനിപ്പോ ഈ ഒരു ഇപ്പൊ ഇതില് പ്രോഡക്റ്റില് ആർക്കെങ്കിലും ഡൗട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റില് റിസൾട്ട് ഉണ്ടോ അങ്ങനത്തെ മൈൻഡ് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല മാഡം. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. കാരണം ഞാനിപ്പം നമ്മുടെ ഡോക്ടേഴ്സ് ഒന്നും അല്ല, നമ്മൾ സാധാരണ ഈ ന്യൂട്രീഷന്റെ ഈ ക്ലാസ്സുകളൊക്കെ വന്ന് കേട്ട് പഠിച്ച് സ്വന്തം ഉപയോഗിച്ച് എത്രയോ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ ഡെയിലി ഞാൻ സപ്ലിമെന്റ് പറയുന്നുണ്ട്. ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ റിസൾട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. ഓക്കെ, ഒരാളെ എന്ത് ഡോക്ടേഴ്സ് വിട്ട കേസസ് ഉണ്ടാവും. ചിലതൊക്കെ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഓക്കെ ഇത് കൊടുത്താല് വർക്കാവോന്ന് മീൻസ് ഇതില് നമ്മളെ ഇതിലല്ലാത്തത് ചിലപ്പോ ഉണ്ടാവും ചില വിഷയങ്ങള്. അത് കൊടുത്തത് പോലും റിസൾട്ട് കിട്ടുമ്പോൾ സത്യം ഒരു അത്ഭുതം തോന്നും. നമ്മളെ കൊണ്ട് എന്താ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. ആൾക്കാരെ ആരോഗ്യത്തിൽ പ്രവർത്തിക്കുന്നത് അതൊരു വലിയൊരു സംഭവമാണ്, ചെറിയൊരു കാര്യമല്ല. ഒരാൾ ആരോഗ്യമായിട്ട് നമ്മൾക്ക് നമ്മളെ ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നത്തിൽ സഫർ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും അല്ലെ. വർഷങ്ങളായിട്ട് മെഡിസിൻ മെഡിസിൻ മെഡിസിൻ. ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ കുറേ വരുന്നുണ്ട്. അത് എടുത്ത ആൾക്കാർക്ക് അറിയാം. അപ്പൊ നമ്മളൊക്കെ ഈ ഫുഡ് സപ്ലിമെന്റ് ന്യൂട്രീഷന്റെ ഈ ഒരു ഡെഫിഷ്യൻസി ക്ലിയർ ആക്കുന്ന സമയത്ത് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ശരിയായിട്ട് വരുന്ന സമയത്ത് ഇത് വലിയൊരു എന്താ ഹെൽപ്പിംഗ് ഇതാണ്. കുറെ ആളിലേക്ക് നമുക്ക് അതൊരു ഒരു ദൈവികമായ ഒരു ബ്ലെസ്സിങ് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ എത്തുള്ളൂ പ്രവർത്തിക്കാൻ. എല്ലാവർക്കും എത്തൂല ഇത്. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ബിസിനസ് താല്പര്യമില്ല, നിങ്ങൾ ഓരോരാള് ചിലവർ ഹെൽത്തിന് വേണ്ടി വരുന്നവരുണ്ടാവും, ചിലർ ബിസിനസിന് വേണ്ടി വരുന്നുണ്ടാവും. അപ്പൊ നമ്മള് മെയിൻ ഇത് കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ കുറെ ആരോഗ്യ പ്രശ്നം ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് നമ്മ ഇത് സജസ്റ്റ് ചെയ്യാം. അതിലൂടെ അവര് ആ ഒരു സുഖമായിട്ട് വരുമ്പോ നമുക്ക് കിട്ടുന്ന എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആണ്. അതിന് MBBS പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഗൗതം ബാലി സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ശരിയല്ലേ? അതെ. അതെ, അത് നമ്മൾക്ക് ഒരാൾക്ക് സുഖമാകുമ്പോ കിട്ടുന്ന ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് വിത്ത് ഹാർട്ട് അല്ലേ. അത് വേറൊന്നിലും കിട്ടാത്ത അതെ. ചിലതാണ്. എത്ര കോടി കിട്ടിയാലും നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ മുമ്പിൽ ഒരു കുട്ടീനെ കാണുമ്പോ നമുക്കൊരു ഓക്കെ ആ കുട്ടി ഇപ്പൊ നമുക്കറിയാം നാട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലം ഉണ്ട്. ന്യൂട്രീഷൻ ഇത് കൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അസുഖങ്ങൾ വരുന്നുണ്ട്. ആ കുട്ടി കുറെ സഫർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്കൊന്ന് പറയാം, വയസ്സായ ആൾക്കാരുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, കൊളസ്ട്രോള്, BP ഇങ്ങനെയൊക്കെ പ്രശ്നം. ഓക്കെ, നിങ്ങൾ ഇത് നോക്കൊന്ന് ഉപയോഗിച്ചിട്ട്. അപ്പൊ അവര് നോക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഹെൽപ്പിംഗ് ഹാർട്ട് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരാളെ ഹയറിയിലേക്ക് എത്തിക്കുന്നത്. അത് നമ്മൾക്ക് എത്ര ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോ വേറെ ഒന്നും ഇല്ല, ആർക്കൊന്നും ഇല്ലല്ലോ, വേറെ ചോദിക്കാനൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല മാം. ഓക്കെ, അക്ഷയ ക്ലോസ് ചെയ്തോളൂ. അക്ഷയ്ക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടോന്ന്? ഓക്കെ, അക്ഷയ്ക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ബിസിനസ് സെഷൻ സ്റ്റാർട്ട് ക്ലോസ്. ചെയ്ത ഓക്കെ, ക്ലോസ് ചെയ്തു.
താങ്ക്സ് ടു ഓൾ. ഗുഡ് നൈറ്റ്. വിഷ് യു വെൽ. താങ്ക് യു. അത് മാത്രമേ കേട്ടുള്ളൂ.